അക്ബറും ഷാനവാസും തമ്മിലുണ്ടായ ഫിസിക്കൽ അസോൾട്ടിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട്. ഒത്തുതീർപ്പാക്കാനല്ല, പ്രശ്നം ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത്. പക്ഷേ കൺഫെഷൻ റൂമിൽ എത്തിയ ശേഷവും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. കൺഫെഷൻ റൂമിൽ എത്തിയപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് അവർ കയറി കസേരയിൽ ഇരിക്കുന്നത് തന്നെ. അതായത് എന്തൊരു കഷ്ടമാണ് ബിഗ് ബോസ് ഈ ഷാനവാസിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ഷാനവാസിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അക്ബർ ആ കൺഫെഷൻ റൂമിലെ കസേരയിലേക്ക് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ തന്നെ ഷാനവാസ് അതിന് തിരിച്ചു പറയുന്നു. ഉടനെ തന്നെ ബിഗ് ബോസ് ഇടപെട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും അല്പസമയം ഒന്നും മിണ്ടാതിരിക്കാൻ പറയുന്നു. എന്നിട്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുവാണ്. എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ഞാനാണ് പറയേണ്ടത്, അല്ലാണ്ട് അവിടെ ആങ്ങളെ കളിച്ചുകൊണ്ട് വരുമല്ല. അപ്പോഴത്തേനും ഷാനവാസ് വീണ്ടും ഇവനെ കുറേ നാളായിട്ട് ആ അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കുവാണെന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടി, നിൻ്റെ മാസ ഡയലോഗ് അടി നിർത്തറാന്ന് പറഞ്ഞ് മൊത്തത്തിലടി. അവസാനം ബിഗ് ബോസ് തന്നെ വളരെ സീരിയസ് ആയിട്ട് തന്നെ പ്രശ്നത്തിൽ ഇടപെട്ടു. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വളരെ വയലൻസിലേക്ക് എത്തിച്ചേക്കാവുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശാന്തരായി അവിടെ തന്നെ ഇരിക്കുക എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. മാത്രമല്ല വീട്ടിലെ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം ശാന്തമായിട്ട് മാത്രമേ ഇനി ലൈറ്റ്സ് തിരിച്ച് ഓഫ് ആക്കുകയുള്ളൂ എന്ന് ബിഗ് ബോസ് ഇവരുടെ അടുത്ത് അനൗൺസ് ചെയ്തു. അങ്ങനെ കുറേ അധികം നേരം ഇവർ കൺഫെഷൻ റൂമിൽ ഇരുത്തിയ ശേഷം വാണിങ്ങോടുകൂടിയാണ് ഇവരെ പുറത്തേക്ക് ഇറക്കി വിട്ടത്. ആദ്യമായിട്ടാണ് കൺഫെഷൻ റൂമിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടി ഞാൻ കാണുന്നത്. കൺഫെഷൻ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് പറയുന്നത് പോലെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുടക്കം മുതലേ മൈൻഡ് ഗെയിം കളിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർ ബിഗ് ബോസിനെ പോലും വകവയ്ക്കാതെ കൺഫെഷൻ റൂമിലിരുന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത്. എന്തായാലും പ്രശ്നങ്ങളെല്ലാം രാത്രി ഒരു വിധത്തിൽ ഒതുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഇന്ന് ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ നടന്നേക്കാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.